صل يا ربنا سلمنا على طه ياسين മുത്തുമാണിക്യമാണ് വഹമീം മുത്തുമാണിക്യമാണ് വഹമീം صلي يا ربنا سلمنا على طه ياسين മുത്തുമാണിക്യമാണ് വഹമീം മുത്തുമാണിക്യമാണ് വഹമീം ربي آتِ المنى آتِ سيدنا ومقاما ربي آتِ المنى آتِ سيدنا ومقاما من لدنك له وتماما من لدنك له وتماما അല്ലാഹു ഈ മജ്ലിസ് വലിയ ബറക്കത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. 10 വർഷമായി മഹ്ദറത്തുൽ ബദരിയ തുടങ്ങിയിട്ട് താണിശ്ശേരി സർക്കിൾ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും കേരള മുസ്ലിം ജമാഅത്ത് താണിശ്ശേരി സർക്കിളിൽപ്പെട്ട പല വീടുകളിൽ പല ഓഫീസുകളിൽ ഓരോരോ യൂണിറ്റുകളിൽ നടക്കുന്നു. ഇവിടെ നടക്കുന്നതുണ്ട്, അതെല്ലാ മാസത്തിലും ഉണ്ട്. പിന്നെ അതിന്റെ പുറമെ എന്തുണ്ട്, ഓരോരോ വീടുകളിൽ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ മഹ്ദറത്തുൽ ബദരിയന്റെ എത്രാമത്തെ വാർഷികം? 10ാമത്തെ വാർഷികം. മാഷാ അല്ലാഹ്. നമ്മളെ കുട്ടികൾ വളരെ ഉഷാറാട്ടോ. താണിശ്ശേരിയിലെ മക്കൾ അവരാണ് പറഞ്ഞ് 10ാമത്തെ വാർഷികം. എല്ലാവരും അവിടെ ഉള്ളവർ, താഴെ ഉള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവോ? ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവോ? അല്ലാഹ്, നല്ലൊരു പ്രൗഢമായ സദസ്സാണ്. ഞാൻ വിചാരിച്ച് മഴ ആയതുകൊണ്ട് ആളുണ്ടാവൂല. ഞങ്ങളെ നാട്ടിലൊക്കെ ആണെങ്കിൽ മഴ പെയ്ത് ഭൂമി തണുത്താ പിന്നെ ആരും വരൂല. അൽഹംദുലില്ലാഹ്, ഈ താണിശ്ശേരി മഹല്ലിൽ കുറെ മുഅ്മിനീങ്ങൾ വഫാത്തായി അന്തി ഉറങ്ങുന്നുണ്ട്. എത്ര വീടുണ്ടാവും സുമാർ ഈ മഹല്ലത്തിൽ? 200 50 അല്ലെങ്കിൽ 60 ആയിക്കോട്ടെ, ഏകദേശം അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു ബറക്കത്ത് എല്ലാ വീട്ടുകാർക്കും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആമീൻ ആമീൻ. നിങ്ങളെല്ലാവരും കുറച്ചിങ്ങോട്ട് മുഖം, അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കാണുന്ന രൂപത്തിൽ കുറച്ച് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വരുമോ? കുറച്ചുകൂടി മുമ്പിലേക്ക്, കുറച്ചുകൂടി സ്വല്പം കൂടി മുമ്പിലേക്ക്. ഒരു വഴി വേണം. വഴി മുടക്കാൻ പാടില്ല. അങ്ങോട്ട് പോകുന്ന ആൾക്കാർക്ക് നടക്കാൻ വഴി വേണം. ആ ഷെരീഫാജി ഇവിടെ ഏറ്റവും മുമ്പിൽ ഇരുന്നോളൂ. നിങ്ങൾ ഏതായാലും ജമാഅത്ത്, കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റും ആണല്ലോ. നിങ്ങളെ കസാല മുമ്പ് തന്നെ ആയിക്കോട്ടെ. ആ എല്ലാവരും മോനെ കസാര മാത്രം മുമ്പിലേക്ക് ആയപ്പോരാ, എല്ലാവരും ഹൈറായ വിഷയത്തിന് മുന്നിലേക്ക് വരണം. എല്ലാവരും കസേര അത്ര മതി. ഇനി കസേരയിലേക്ക് കുട്ടികളൊക്കെ മുന്നിലേക്ക് വരും. മുന്നിലെ കസേരൊക്കെ കാലിയാണല്ലോ. സഹോദരിമാർ എണീച്ച് നിന്നിട്ടില്ലേ? പടച്ചോനെ, ഇവർക്ക് എന്താ ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഊര എണീച്ച് നിൽക്കൂലേ? അല്ലാഹു നമ്മളെ സഹോദരിമാർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കല്ലെറിയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒറ്റ പെണ്ണുങ്ങളും ആമീൻ പറഞ്ഞില്ല. കല്ലെറിയണ വിഷയം ആയതുകൊണ്ടായിരിക്കും. ഞാൻ കല്ലെറിയണം എന്നാ പറഞ്ഞത്. എവിടെ പോയാ കല്ലെറിയേണ്ടത്? മിനായിൽ പോയി കല്ലെറിയാൻ എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. എല്ലാ ദക്കറിനും ഉൻസാക്കും മുഅ്മിനീങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫ നൽകണേ അല്ലാഹ്. ആശിഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അങ്ങാടിയിൽ റോട്ടിലൂടെ നടക്കാനുള്ള എത്ര കൊല്ലത്തിന് ശേഷം? ആഫ്റ്റർ 32 years അല്ലേ? എത്ര കൊല്ലത്തിന് ശേഷം? 32. പഠിച്ചോനെ 32 ആ കുട്ടി പറഞ്ഞല്ലോ. ഓനെ 32, 42, 52, 62 വയസ്സ് വരെയെങ്കിലും ജീവിക്കാൻ ആ പറഞ്ഞ കുട്ടിക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. എന്താ കുട്ടിന്റെ പേര്? 32 എന്ന് പറഞ്ഞ കുട്ടിന്റെ പേരെന്താ?
ഇൽഹാം ആയിക്കോട്ടെ. അല്ലാഹു ഖൈറായ കാര്യങ്ങളൊക്കെ തോന്നിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ബദറുള്ളിയാലെങ്കുന്നേ പരിമളം വീശിടുന്നേ മഹിമയേഴും ശൈഖോരെ ഖുത്ബുലിയോരെ സിയം കരുണ തരും യാ ശൈഖൽ അഅ്ളമി നൂറേ ബദറുള്ളിയാൽ ലംഘുന്നേ പരിമളം വീശിടുന്നേ മഹിമയേഴും ശൈഖോരെ ഖുത്ബുലിയോരെ സിയം കരുണ തരും യാ ശൈഖൽ അഅ്ളമി നൂറേ പല മറന്നും ഉള്ളോരെ തിരുമൊഴിയാൽ സന്തോഷ പദവികളിൽ ആക്കി കൊണ്ടയച്ചൊരു നൂറേ എൻ്റെ മറന്നുകളെല്ലാം പോക്കി ശിഫ തരുവീരേ പല മറന്നും ഉള്ളോരെ തിരുമൊഴിയാൽ സന്തോഷ പദവികളിൽ ആക്കി കൊണ്ടയച്ചൊരു നൂറേ എൻ്റെ മറന്നുകളെല്ലാം പോക്കി ശിഫ തരുവീരേ ബദറുള്ളിയാൽ ലംഘുന്നേ പരിമളം വീശിടുന്നേ മഹിമയേഴും ശൈഖോരെ ഖുത്ബുലിയോരെ സിയം കരുണ തരും യാ ശൈഖൽ അഅ്ളമി നൂറേ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരും സലാം മടക്കിയില്ലല്ലോ. ഇപ്പൊ എന്താ സലാം മടക്കുക എന്നുള്ള മനസ്സിൽ വിചാരിച്ചാ പോരാ. നാളത്തെ ഫർളാക്കപ്പെട്ട റമദാനിന്റെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നോറ്റി വീട്ടുവാൻ കരുതി എന്ന് ഒരാൾ മനസ്സിൽ വിചാരിച്ചാലും കുഴപ്പമില്ല. നോമ്പ് സ്വഹിയാവും. വായ കൊണ്ട് പറയൽ സുന്നത്തുള്ളൂ. എന്നാൽ സലാം പറയൽ അങ്ങനല്ല. ഒരാൾ സലാം പറഞ്ഞാൽ മറ്റേ ആൾ മടക്കൽ വായ കൊണ്ട് മടക്കണം. നിങ്ങൾ മടക്കിയോ? എല്ലാരും മടക്കിയില്ലേ? ലോഹർ ബാങ്ക് കൊടുക്കണതിന് മുമ്പ് തന്നെ ലോറിസ്കരിക്കല. അപ്പൊ ഇനി ആ സലാം പറയാൻ പോവാണ്. മുന്നിലെ ആൾക്കാർ ചിരിക്കുന്നുണ്ട്, ബാക്കിലുള്ളവർ ചിരിക്കുന്നില്ല. കാരണം അവർ കേട്ടിട്ടില്ല. ചിലത് ബാക്കിൽ കേൾക്കൂല. ആയിക്കോട്ടെ. അള്ളാന്റെ ഖുർആനിൽ അള്ളാഹ് പറയാണ്, സലാം മടക്കുന്നതിനെ പറ്റി പറയാണ്. എന്തേ പറഞ്ഞു? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا حييتم بتحية فحيوا بأحسن منها أو ردوها. صدق الله عز وجل. سبحانه وتعالى جل سبحانه وتعالى لا إله إلا هو. എന്താ പറഞ്ഞത്? വഇദാ ഹുയീതും. അല്ലാഹ് പറയാണ്, നിങ്ങളോട് ഒരാൾ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ, ബിതഹിയ്യത്തിൻ, ഇസ്ലാമിന്റെ അഭിവാദ്യമായ തഹിയ്യത്തായ എന്ത് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ എന്ത് വേണം? ഫഹയ്യു ബി അഹ്സന മിൻഹാ, അതിനേക്കാൾ ഏറ്റവും നല്ല നിലയ്ക്ക് നിങ്ങൾ മടക്കി പറയണം. അതെങ്ങനെ? അസ്സലാമു അലൈക്കും, അള്ളാന്റെ സലാം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അപ്പൊ വഅലൈക്കും അസ്സലാം, അള്ളാന്റെ സലാം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. അപ്പൊ അത് ഏറ്റവും അഹ്സനായ നിലക്ക് ആയിട്ടുണ്ടോ? ആയിട്ടില്ല.
അഹ്സനായ നിലക്ക് ആകണമെങ്കിൽ എന്ത് വേണം? ആ ആയത്തിന്റെ തഫ്സീർ ഇമാം നവവി തങ്ങൾ വിശദീകരിക്കുകയാണ്. വഅലൈക്കും അസ്സലാം. മോനെ, ആ കുട്ടിന്റെ പേരെന്താ? ഇൽഹാമേ. പിന്നെ എങ്ങനെ സലാം മടക്കേണ്ടത്? ഏറ്റവും നല്ല നിലക്ക് ആകണമെങ്കിൽ പിന്നെ എങ്ങനെ വേണം? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു അങ്ങനെ വേണം. അപ്പോഴേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. നിങ്ങൾ സലാം മടക്കുക. അങ്ങനെ എല്ലാവരും മടക്കുക. ഞാൻ കേൾക്കുന്ന രൂപത്തിൽ അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കണേ അല്ലാഹ്. എന്താണ് മഹദറത്തുൽ ബദരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ തുടക്കത്തിലെ വരി എന്താണ്? ഇതിന്റെ ഫസ്റ്റിൽ പറയുന്ന വരി എന്താണെന്നറിയോ? വലിയ ബറക്കത്തുള്ള വരികളല്ലേ സുഹൃത്തുക്കളെ. ബദരീങ്ങൾ അസ്മാ ചൊല്ലുന്നുണ്ട്. ആ അസ്മാഇന്റെ ഫസ്റ്റിൽ ഉള്ള വരി എന്താണെന്നറിയോ? തബാറക്ത മൗലാന ലക്കൽ ഹംദു മാദിഹ കിറാമൻ നിഖാബൻ സിയമാ ഐന റഹ്മതി ജല്ല ജല്ല സ്വലാത്തുൻ അലാ നൂരിൽ വജൂദി വആലിഹി. SSLCക്ക് ഒരുപാട് കുട്ടികൾ നല്ല വിജയം കിട്ടിയിട്ടുണ്ട്. അവർക്കൊക്കെ കേരള മുസ്ലിം ജമാഅത്തിന്റെ വക, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ വക, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ വക എല്ലാവർക്കും ഒരു സന്തോഷം നൽകുകയാണ്. ഇപ്രാവശ്യം SSLC പാസ്സായ കുട്ടികൾ ആരവിടെ ഉള്ളത്? ഒന്ന് എണീറ്റിക്കോ. ആൺകുട്ടികളും പെൺകുട്ടികളും. അവർക്ക് ബദരീങ്ങളെ കൊണ്ട് വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഒന്ന് എണീറ്റ് നിൽക്കോ, എഴുന്നേറ്റ് നിൽക്കോ. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒന്ന് എഴുന്നേറ്റക്ക് മോനെ, മോളെ ഒന്ന് എഴുന്നേറ്റക്ക്. അൽഹംദുലില്ലാഹ്. ആ ബാക്കിലിരിക്കുന്ന കുട്ടികളൊക്കെ SSLC പാസ്സായവരാണ്. അവരൊരുപാട് കഠിനാധ്വാനം ചെയ്തവരാണ്. അവർക്ക് നല്ല ശോഭനമായ ഭാവി ജീവിതം നൽകണേ അല്ലാഹ്. അതുപോലെ +2 കഴിഞ്ഞ മക്കളുണ്ട്. ഉണ്ടോ? കൈവെക്കോ. +2 പാസ്സാകാനായിട്ട് റിസൾട്ട് വന്നില്ലല്ലോ. ഇല്ല. +2 പരീക്ഷ കഴിഞ്ഞവരാരുള്ളത്? ഒന്ന് എഴുന്നേറ്റോ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവോ. ആരുമില്ല അല്ലേ? ഉണ്ടോ? ഒരു കുട്ടിയുണ്ട്. ഒന്ന് എഴുന്നേറ്റക്ക് മോനെ. അല്ലാ, ആ കുട്ടിന്റെ പേരെന്താ? ആ കുട്ടിക്ക് അല്ലാഹു വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. 2 കുട്ടികളുണ്ട്. എന്താ പേര്? എന്താ ഉസ്താദേ പേര്? ആ മുന്നിലേക്ക് വാ. അല്ലാഹു ആ കുട്ടികൾ മുന്നിലേക്ക് വന്നാലേ മനസ്സിലാവുള്ളൂ. ശബ്ദം കേൾക്കുന്നില്ല. മുന്നിലേക്ക് വരിക. അല്ലാഹു നമ്മളെ മക്കളൊക്കെയും ഖൈറിന്റെ വിഷയത്തിൽ മുന്നിലേക്ക് ആക്കണേ അല്ലാഹ്. നാടിന് ഉപകാരമുള്ള ബറക്കത്തുള്ള മക്കളാക്കണം അല്ലാഹ്. ഏതെങ്കിലും കുട്ടികൾ അവിടുത്തെ SSLC കഴിഞ്ഞ കുട്ടികളൊക്കെ കസാരയും കൊണ്ടും ഇങ്ങോട്ട് വരും. സൽമാനി കഥയൊക്കെ വരുന്നുണ്ടേറതൊരു ബൈയില്ല ചൊൽപ്പടി നിൽക്കാതൊക്കില്ല അബുദൂതന്റെ സൽഗുണരമ്പിയ മുമ്പറിയുന്നോ ഒന്നും പരമപ്പൾപരഭാഷം ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഈ സൽമാനെയും ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഫ്രണ്ടിൽ ഇരിക്കും മോനെ. ഇവിടെ ഇടക്ക് ഒഴിവുണ്ട്. ആ കസേര ഇവിടെ വെച്ചാൽ മതി. നിങ്ങൾക്കുള്ള ഇത് വാങ്ങിയിട്ടേ പോകാവൂട്ടോ. റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസുണ്ട്. അത് സൽമാൻ ആരോട് പറഞ്ഞതാണ്? ഖുറൈം എന്ന സ്വഹാബിയോട് പറഞ്ഞതാണ്. നമുക്ക് സൽമാനോടും പറയാനുള്ളത് അതാണ്. എന്ത്? നിഅമർ റജുലു ഖുറൈമുൻ അൽ അസദിയു ലൗലാ തൂലു ജുമ്മതിഹി വ ഇസ്ബാലു ഇസാരിഹി. അല്ലാഹു നമ്മളെല്ലാ മക്കളെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പെൺകുട്ടികളുണ്ടോ? +2 കഴിഞ്ഞ പെൺകുട്ടികളിലൊക്കെ എഴുന്നേറ്റിട്ട് മോളെ. ഉണ്ടോ? +2 കഴിഞ്ഞ പെൺകുട്ടികളുണ്ടോ? അല്ലാഹു എല്ലാ മക്കളെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. എന്താണ് മഹദറത്തുൽ ബദരിയയിൽ പറയുന്നത്? തബാറക്ത മൗലാന ലക്കൽ ഹംദു മാദിഹാ
റബ്ബേ നിനക്കിതാ ഞങ്ങൾ മാദിഹൻ ലക്കൽ ഹംദു, ഞങ്ങൾ ഹംദ് ചൊല്ലുകയാണ് അല്ലാഹ്. ഞങ്ങൾക്ക് ഇസ്ലാം തന്നത് നീയാണ്, ഈമാനിനെ തന്നത് നീയാണ്. എൻ്റെ ഈ സൗണ്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറയുമ്പോ, എൻ്റെ നാവ് കൊണ്ട് ഇങ്ങനെ അനക്കുമ്പോ, എൻ്റെ ചുണ്ട് കൊണ്ട് ഇങ്ങനെ അനക്കുമ്പോ അതിനുള്ള കഴിവ് നൽകിയവനാരാണ്? അല്ലാഹുവാണ്. അത് കേൾക്കാനുള്ള കഴിവ് നിങ്ങളെ കാതിൽ നൽകിയതാരാണ്? അല്ലാഹുവാണ്. ഓക്സിജൻ നമ്മളെ മൂക്കിലൂടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാനുള്ള കഴിവ് നൽകിയതാരാണ്? അല്ലാഹുവാണ്. ഒരു മനയൂര് മൂന്നാം കല്ല്, നാലാം കല്ലിന്റെ അപ്പുറത്തുള്ള സ്ഥലമാണ് മൂന്നാം കല്ല്. മൂന്നാം കല്ലിന്റെ അപ്പുറത്തുണ്ട്. അപ്പൊ നാലാം കല്ലിന്റെ അപ്പുറത്തുള്ള മൂന്നാം കല്ലിൽ വെച്ച് ഞങ്ങളെ ടയർ കേട് വന്നു. ഞാൻ വന്ന കാറിന്റെ എന്ത് ചെയ്യും? ഹൈവേയിലാണ്, സർവീസ് റോട്ടിലല്ല, സൈഡിലുള്ള റോട്ടിലല്ല. അപ്പോഴാണ് നമ്മളെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ നേതാവായ ഷറഫുദ്ദീൻ സാഹിബ് 2 യുവാക്കളെ പറഞ്ഞയച്ചു. തൈക്കടവ് മഹല്ലിലുള്ളവരായ മൻസൂറും ഇസ്മായിലും. അവർക്ക് എന്നെ നേരത്തെ അറിയാം. അപ്പൊ അവരോട് എത്തി സഹായം നൽകിയത് കൊണ്ടാണ്. എന്നിട്ട് അവിടെ മുതൽ ഒരു മനയൂര് മുതൽ ഏതുവരെ ആ ടയറും കൊണ്ടവര് പോയത് വാടാനപ്പള്ളി വരെ പോയി. അവിടുന്ന് ടയർ നന്നാക്കി വീണ്ടും ഒരു മനയിലേക്ക് വില്യംസിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അതൊക്കെ നൽകിയത് ആരാണ്? അല്ലാഹു നൽകിയതാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹ്ക്ക് സ്തുതിക്കുകയാണ്, അല്ലാഹനെ സ്തുതിക്കുകയാണ്. തബാറക്ത മൗലാനാ ലക്കൽ ഹംദു മാദിഹ കിറാമൻ നിഖാബൻ സിയമ ഐന റഹ്മതി. നമ്മളിപ്പോ ചൊല്ലിയ മഹദറത്തുൽ മദീനയിലുള്ള വരിയാണത്. ഇതിലുള്ള വരി, അടുത്ത വരി എന്താണെന്നറിയോ? അടുത്ത വരി എന്താണ് ഷരീഫാജി? അടുത്ത വരി അത്തൈനാ ബിഹാജാതി ലദൈക തവസ്സുലാ ബിഅസ്ഹാബി ബദ്രിൻ ഫക്ശിഫൻ കുല്ല കുർബതി. ചൊല്ല് സ്വലാത്തുൻ, ചൊല്ല് മോളെ, സ്വലാത്തുൻ അലാ നൂരിൽ വജൂദി വആലിഹി വഅസ്ഹാബി ബദ്രിൻ സുമ്മ. എന്താ വരിയിൽ പറഞ്ഞത്? അത്തൈന, ഞങ്ങൾ ഈ മജ്ലിസിൽ, ഈ സദസ്സിൽ വന്നത് എന്തിനാ? ഞങ്ങൾ ഇവിടെ വന്നത് ബിഹാജാത്തിൻ, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. മുജീബ് സാഹിബിനെ പറ്റി ചോദിച്ചപ്പോ ഷരീഫ് ഹാജിന്റെ മക്കള് പറഞ്ഞു 25 കൊല്ലം ഗൾഫിലായിരുന്നു. അപ്പൊ അയാള്, ആ മുജീബ് സാഹിബ് എന്ന സഹോദരൻ ഇവിടെ വരാനുള്ള കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തിനൊരു ബറക്കത്തുള്ള ജോലി കിട്ടണം, ബറക്കത്തുള്ള വരുമാനങ്ങൾ ഉണ്ടാകണം. അത്തൈനാ ബിഹാജാത്തിൻ, ഹാജ എന്ന അറബി വാക്കിന്റെ, മോനെ സൽമാനെ, ഹാജ എന്ന അറബി വാക്കിന്റെ പ്ലൂറൽ ഫോം എന്താണെന്നറിയോ? എന്താണ്? ഹാജാത്ത്. ഹാജ എന്ന് പറഞ്ഞ ആവശ്യം, ഹാജാത്ത് എന്ന് പറഞ്ഞ ആവശ്യങ്ങൾ. ഹാജ എന്ന വാക്കിന്റെ പ്ലൂറൽ ഫോം എന്താണ്? പറയൂ, ഉറക്കെ പറയൂ. ശരിയാണ്. ഹാജാത്ത്. എന്ത്? ഹാജാത്ത്. അത്തൈനാ ബിഹാജാത്തിൻ, ഒരുപാട് ആവശ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി വേണം. ആശിഖിന്റെ ആ യന്ത്രം വാങ്ങി കൊടുക്കണമെങ്കിൽ 80,000 രൂപ വേണം. അത് കമ്മറ്റിക്കാരുടെ ഒരു ആവശ്യമാണ്. ജോലി ഇല്ലാത്തവർക്ക് ജോലി വേണം. താണിശ്ശേരി ഉസ്താദിനാണെങ്കിൽ ഇത് ലോകം മുഴുവൻ എത്തണം, മൂപ്പര ക്ലിപ്പ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളാണ്. അങ്ങനെ പല ആവശ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഞങ്ങളെ ആവശ്യങ്ങൾ വീട്ടിൽ തരാം.